A+ട്യൂബിലേക്ക് സ്വാഗതം. സ്വർണം പണയം വച്ച് അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ ബാങ്കിൽ നിന്നും ലോണുകൾ എടുക്കാറുണ്ട്. സ്വർണ്ണ പണയ വായ്പ എന്നാണ് ഇത് അറിയപ്പെടുക. ഇത് ഈ ബാങ്കുകൾക്കുപരിയായി ധനകാര്യ സ്ഥാപനങ്ങളും റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണത്തിന് വായ്പ നൽകാറുണ്ട്. പണയം വെക്കുന്ന വ്യക്തിക്ക് വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില കർശന വ്യവസ്ഥകൾ വൈകാതെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. ഇതിനു വേണ്ടിയുള്ള ഒരു കരട് മാർഗരേഖ ഇപ്പോൾ കേന്ദ്രത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആദ്യം നമ്മൾ അറിയേണ്ടത്, റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന ചട്ടങ്ങളാണ് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണ്ണ വായ്പകൾക്കായി ഫോളോ ചെയ്യുന്നത്. സ്വർണ്ണ വായ്പ അനുവദിക്കുന്നതും ഈ ചട്ടങ്ങൾ പ്രകാരമാണ്. ലോൺ ടു വാല്യൂ അനുപാതത്തെ അടിസ്ഥാനമാക്കിയാണ് വായ്പ നൽകുന്ന തുക നിർണ്ണയിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പിന്നീട് നിങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അറിയേണ്ടത് നിലവിൽ വരുന്ന ചില വ്യവസ്ഥകളാണ്. ഇത് മാർഗരേഖയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ നിബന്ധനകളായിരിക്കും വരിക. സ്വർണത്തിൻ്റെ യഥാർത്ഥ മൂല്യം എത്രയാണോ അതിൻ്റെ 75% മാത്രമേ വായ്പയായി നൽകാവൂ എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കരട് നിർദ്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, വായ്പ എടുത്ത വ്യക്തി ആ വായ്പ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പണയം വെച്ച സ്വർണം അദ്ദേഹത്തിന് തിരിച്ച് നൽകേണ്ടതുണ്ട്. തിരിച്ച് നൽകുമ്പോൾ അത് ആ സ്വർണത്തിൻ്റെ നിജസ്ഥിതി പരിശോധിച്ച് ഉറപ്പാക്കുകയും വേണം. എന്ന് വെച്ചാൽ നൽകുന്ന സ്വർണത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുക. മറ്റൊരു കരട് വ്യവസ്ഥ വന്നിട്ടുള്ളത്, ഈ സ്വർണം ലേലത്തിന് വെക്കുകയാണെങ്കിൽ അത് പ്രാദേശിക മാധ്യമത്തിലും ഒരു ദേശീയ മാധ്യമത്തിലും ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനം പരസ്യം നൽകേണ്ടതുണ്ട്. ഇതുകൂടാതെ എംപാനൽ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ ഉപയോഗിച്ച് മാത്രമേ ഈ സ്വർണം ലേലം നടത്താനും പാടുള്ളൂ. മറ്റൊരു വ്യവസ്ഥ വരാൻ പോകുന്നത്, ഈ ലേലം നടത്തുന്നതിന് മുൻപായി വായ്പ എടുക്കപ്പെട്ട വ്യക്തിക്ക് പണം തിരിച്ചടയ്ക്കുന്നതിനു വേണ്ടി ആവശ്യമായ സമയം നൽകണം എന്നും പറയുന്നുണ്ട്. ലേലത്തിലെ റിസർവ് വില സ്വർണത്തിൻ്റെ നിലവിലുള്ള വിലയുടെ 90% താഴെയാകാൻ പാടില്ല എന്നും കരട് നിർദ്ദേശം വ്യക്തമാക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 വർഷത്തിൽ കൂടുതലായി പണയം വെച്ചിട്ടുള്ള സ്വർണം അവകാശികളില്ലാത്തതായി കണക്കാക്കപ്പെടും എന്നുള്ളതാണ്. 2 വർഷത്തിൽ കൂടുതലായി നിങ്ങൾ ഒരു സ്വർണം ഇനി പണയം വെക്കാൻ ഒരുമ്പെടരുത്. അത് നിങ്ങൾ തിരിച്ചെടുത്തിരിക്കണം. 2 വർഷം കഴിഞ്ഞാൽ ഈ സ്വർണത്തിന് അവകാശികളില്ല എന്ന നിഗമനത്തിൽ ബാങ്ക് ഇതിൻ്റെ തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും ഈ സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഈ വിപണി, അതായത് മാർക്കറ്റ്, ഈ സ്വർണത്തിന് നൽകുന്ന മൂല്യത്തിൻ്റെ 75% വരെയാണ് നിലവിൽ വായ്പ നൽകുന്നത്. അതിനപ്പുറം അങ്ങനെ നൽകരുതെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയാണ് സ്വർണത്തിൻ്റെ മൂല്യമായി കണക്കാക്കപ്പെടുന്നതെങ്കിൽ 75,000 രൂപ വരെ നിലവിൽ വായ്പ ലഭിക്കും. അത് തുടരും എന്നുള്ളതാണ് നിർദ്ദേശവും. അതിൽ കൂടുതലാകരുത് എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് സ്വർണത്തിൻ്റെ പരിശുദ്ധി കണക്കാക്കപ്പെടുന്നത് 18 കാരറ്റോ അതിൽ കൂടുതലോ ഉള്ള സ്വർണമാണ് ഈടായി
ബാങ്കുകൾ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത്. ഉയർന്ന കാരറ്റ് ഉള്ള സ്വർണത്തിന് കൂടുതൽ മൂല്യം നൽകാനും ഉയർന്ന വായ്പയ്ക്കുള്ള തുകയ്ക്ക് അർഹത ഉണ്ടാവുകയും ചെയ്യും. സ്വർണത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് മൂല്യനിർണ്ണയത്തിനായി കൃത്യമായും പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷേ സ്വർണത്തിൻ്റെ അളവ് മാത്രമേ ഇങ്ങനെ പരിഗണിക്കുകയുള്ളൂ. സ്വർണത്തിനോട് ചേർന്നുള്ള കല്ലുകളോ രത്നങ്ങളോ ഒഴിവാക്കി മാത്രമാണ് ഭാരം കണക്കാക്കുക. നിലവിലെ മാർക്കറ്റ് വാല്യൂ വായ്പ നിലവിലുള്ള സ്വർണ്ണ നിരക്കിനെ ആശ്രയിച്ചായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് നിലവിൽ മാർക്കറ്റിൽ എത്ര വിലയാണോ നിങ്ങൾ പണയം വെക്കുന്ന സമയത്ത് ഉള്ളത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കപ്പെടുന്നത്. തലേ ദിവസം എത്രയാണെന്നോ നാളെ എത്രയാകുമെന്നോ കണക്കാക്കിയിട്ടല്ല എന്ന് ഓർക്കുക. ദിവസേന ഈ സ്വർണ്ണ വായ്പാ മൂല്യങ്ങൾ, സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നതിൽ വ്യത്യാസം വരാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റ് ചില കാര്യങ്ങൾ ഉണ്ട്. സാധാരണ നിലയിൽ വായ്പ നൽകുന്നതിന് വ്യത്യസ്തമായ രീതിയിലുള്ള പലിശകൾ ബാങ്കും പല ബാങ്ക് ഇതര സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. പ്രതിവർഷം 9 മുതൽ 10% വരെയാണ് പലിശയായി ഇപ്പോൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പ്രതിവർഷം 28% വരെ ഉയർന്ന നിരക്കുകൾ നൽകുന്നുണ്ട്. ആ നിരക്കുകൾ അവർ ഈടാക്കുകയും ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് EMI എന്ന് പറയുന്നത് പലിശയും മുതലും ചേർത്തിട്ടുള്ള EMI ആയിരിക്കും. അത് ഓരോ മാസവും നിശ്ചയിക്കപ്പെടുകയും അത് പ്രതിമാസ തവണകളായി അടയ്ക്കുന്നതുമാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദം എന്ന് മനസ്സിലാക്കുക. ഓരോ മാസവും പലിശ മാത്രം അടച്ച് കാലാവധിയുടെ അവസാനം മുതലും അടയ്ക്കുന്ന പേയ്മെൻറ്റുകളും ഇപ്പോൾ സർവ്വസാധാരണമാണ്. വായ്പ കാലയളവിൻ്റെ അവസാനത്തിൽ പലിശയും മുതലും ഒറ്റത്തവണയായി തിരിച്ചടച്ചുകൊണ്ട് ഈ സ്വർണം തിരിച്ചെടുക്കുന്ന പ്രവണതയും നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ ചട്ടങ്ങൾ അത് നിലവിലുള്ള ചട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കർശനം ആക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. പലപ്പോഴും സ്വർണ്ണ പണയ വായ്പകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ പല ബാങ്കുകളും ചില ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെ പല വായ്പ എടുക്കുന്ന വ്യക്തികൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുള്ളത്. ഈ മാനദണ്ഡങ്ങൾ വൈകാതെ തന്നെ അത് കർശനമാക്കിക്കൊണ്ടുള്ള നീക്കം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ചട്ടങ്ങൾ കർശനമാക്കുകയല്ല, മറിച്ച് ഈ ചട്ടങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാകണം എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറയുന്നതും. ഇത്തരം വിവരങ്ങൾ ഇനിയും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത്തരം വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവർ ചാനൽ പിന്തുടരാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു.